ഹായ്, ഞാൻ അർഷാര, ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ ADHD എന്താണെന്നും അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ADHDയുടെ തരങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലാണ് ADHD ഉള്ളത്, അതുപോലെ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്നുള്ള കാര്യങ്ങളെ പറ്റി സംസാരിക്കാം. ADHDയിൽ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ADHD മെയിനായിട്ട് രണ്ട് തരത്തിൽ അല്ലെങ്കിൽ 2-3 കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന്, അറ്റൻഷൻ വളരെ കുറവായിരിക്കുക. രണ്ടാമത്തേത്, ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കുക, അതായത് ഭയങ്കരമായിട്ട് ആക്ടിവിറ്റീസ് കൂടുതലായിരിക്കുക. മൂന്നാമത്, ഇമ്പൾസിവിറ്റി ഭയങ്കരമായിട്ട് കൂടുക, ഭയങ്കരമായിട്ട് ഒന്നിനും ഒരു ക്ഷമ ഇല്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് നമ്മൾ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ലക്ഷണങ്ങളുടെയൊക്കെ ബേസിൽ ADHD 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രീഡോമിനൻ്റ്ലി ഹൈപ്പർ ആക്റ്റീവ്, അതായത് കൂടുതൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്നും ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവരെപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് മോഷൻ എന്നാണ് പറയുക. അതായത് എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, അടങ്ങിയിരിക്കുക എന്നുള്ള കാര്യം അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മളിപ്പോൾ കുറച്ച് നേരം എവിടെയെങ്കിലും അടങ്ങിയിരിക്കാനൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആളുകളായിരിക്കും നമ്മൾ കൂടുതലും പറയുക. പക്ഷേ ഇത്തരത്തിൽ ഈ ഒരു ADHD എന്നുള്ള അവസ്ഥയിലൂടെ പോകുന്ന ഒരാൾക്ക് അടങ്ങിയിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും. ഒരു രാത്രി ഇപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ രാത്രി കിടത്തി ഉറക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പാരൻസിന്. അവരൊന്ന് പിടിച്ച് കിടത്തി ഉറക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു പരിപാടിയായിരിക്കും. ഇത്തരം കുട്ടികൾ ഇപ്പോൾ രാത്രിയായാലും പകലായാലും ഒക്കെ ഇങ്ങനെ എപ്പോഴും ഓടിച്ചാടി നടക്കുക, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അടങ്ങിയിരിക്കേണ്ട സിറ്റുവേഷൻസിലാണെങ്കിൽ പോലും ഇവരൊന്നുമില്ലെങ്കിലും ഒന്നെങ്കിൽ കൈ വെച്ചോ കാല് വെച്ചെങ്കിലും എന്തെങ്കിലും ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. ഒന്നെങ്കിൽ ഇങ്ങനെ ടാപ്പ് ചെയ്യുക, കാല് വെച്ച് ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുക, അത്രയെങ്കിലും ഇവർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് കാണാറുണ്ട്. പിന്നെ നമ്മൾ രണ്ടാമത് പറയുന്ന ഒരു കാര്യമാണ്, ഒന്നും ഒരു ക്ഷമയില്ലാത്തൊരു കളി. ഒന്നിനൊരു ക്ഷമയോടെ അവർക്ക് കാത്തു നിൽക്കാനോ അല്ലെങ്കിൽ ക്ഷമയോടെ ഒരു കാര്യങ്ങൾ ചെയ്യാനോ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതേപോലെ ഇടയിൽ കയറി സംസാരിക്കുക. ഇപ്പോൾ ഒരാൾ രണ്ടാൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു കാര്യമില്ലാതെ ഇടയിൽ കയറി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ പാരൻസൊക്കെ കൂടുതലായിട്ട് പറയുന്ന കേൾക്കാറുണ്ട്. ഇപ്പോൾ പാരൻറ്റ് വേറൊരാളുമായിട്ട് മുതിർന്ന ആളുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുട്ടി വന്നിട്ട് അമ്മ 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. കുട്ടീനോട് നിൽക്ക്, ഇത് കഴിയട്ടെ എന്ന് പറഞ്ഞാലും കുട്ടി അത് ശ്രദ്ധിക്കുന്നേ ഉണ്ടാവില്ല. കുട്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടാവും കാര്യങ്ങൾ. അതുപോലെ അവരുടെ ഒരു ടേൺ വെയിറ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു കൂട്ടത്തിലിരുന്നിട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും കളിക്കുകയാണ് അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്നുള്ളൊരു കാര്യം ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് പെട്ടെന്ന് ഇപ്പോൾ എന്തെങ്കിലും മൈൻഡിൽ വന്ന് അപ്പോഴവർക്കത് പറയണം. ആ ഒരു ടേൺ വെയിറ്റ് ചെയ്യാൻ, ഇപ്പോൾ ക്ലാസ് റൂമിലാണെങ്കിൽ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ ഇവർക്ക് അറിയുമെങ്കിൽ ഇവർ ചാടിക്കയറി പറയും, നീ അല്ല ഫസ്റ്റ് ഇന്ന കുട്ടി പറയട്ടെ എന്ന് പറഞ്ഞാൽ പോലും ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവർക്ക് ചാടിക്കയറി കാര്യങ്ങൾ പറയണം. ഇത്തരത്തിലായിരിക്കും ഈ പ്രീഡോമിനൻ്റ്ലി ഹൈപ്പർ ആക്റ്റീവ് അല്ലെങ്കിൽ പ്രീഡോമിനൻ്റ്ലി ഇമ്പൾസീവ് എന്നുള്ളൊരു കാറ്റഗറിയിൽ നമ്മൾ കാണുന്ന ലക്ഷണങ്ങൾ. പിന്നെ നമ്മൾ രണ്ടാമത്തെ ഒരു കാറ്റഗറി വരികയാണെങ്കിൽ പ്രീഡോമിനൻ്റ്ലി ഇൻഅറ്റൻറ്റീവ് എന്ന് പറയും. അതായത് ശ്രദ്ധയിൽ ബുദ്ധിമുട്ടുണ്ടാവും. ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കാര്യം കംപ്ലീറ്റ് ചെയ്യാനോ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അതിൽ മെയിനായിട്ട് ഈ ക്ലാസ് റൂമിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർക്ക് കൂടുതലുണ്ടാവും. ഇപ്പോൾ വർക്ക് അല്ലെങ്കിൽ ക്ലാസ് റൂമിലൊരു കാര്യത്തിലൊക്കെ ശ്രദ്ധിച്ച് ഇവർക്ക് ഒരുപാട് നേരം ഒരു കാര്യം എഴുതാനോ വായിക്കാനോ പഠിക്കാനോ ബുദ്ധിമുട്ടായിരിക്കും. അതേപോലെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ട് വേണ്ടി വരുന്ന കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ഒരു ടാസ്കുകളാവാം, ഗെയിമുകളാവാം, നമ്മൾ കുറച്ചുകൂടെ നമ്മുടെ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ടി വരുന്ന ടാസ്കുകൾ ചെയ്യാൻ അവർക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും ഒന്നിലും കോൺസെൻട്രേഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ അറ്റൻഷൻ കൊടുക്കാനോ പറ്റാത്തൊരവസ്ഥയാണ് ഈ ഒരു പ്രിഡോമിനൻ്റ്ലി ഇൻഅറ്റൻറ്റീവ് എന്ന് പറയുന്ന ഒരവസ്ഥ. മൂന്നാമത്തെ കാറ്റഗറി പറയുകയാണെങ്കിൽ മിക്സ്ഡ് കാറ്റഗറി എന്ന് പറയും. അതായത് ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി, ഇമ്പൾസിവിറ്റിയും ഇൻഅറ്റൻഷനും ഒക്കെ മിക്സ്ഡ് ആയിട്ട് ഒരു കുട്ടിയിൽ നമ്മൾ കൂടുതലായിട്ടും കാണുന്ന ഒരവസ്ഥയാണ് മിക്സ്ഡ് ടൈപ്പിൽ വരുന്നത്. നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ADHD കാര്യങ്ങൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഒരു കുട്ടിക്ക് ADHD ആണോ എന്നുള്ള മനസ്സിലാക്കുക എന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ കുട്ടിയുടെ പ്രായം മനസ്സിലാക്കുക. അതായത് ഇപ്പോൾ ചെറിയ കുട്ടികളാണ്, ഇപ്പോൾ ഒരു 5 വയസ്സ് 4 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവരൊന്നിനും ശ്രദ്ധിക്കുന്നില്ല, അവരെപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് അവർക്ക് ADHD ആണ് എന്ന് പൂർണ്ണമായിട്ട് പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് കളിച്ച് നടക്കുക അല്ലെങ്കിൽ കളിക്കുക, ആ ഒരു ഇതിനായിരിക്കും കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ട്. അവർക്കെല്ലാം മുതിർന്ന ആളുകളെ പോലെ ശ്രദ്ധിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പ്രായത്തിൻ്റെ ആണോ ഇത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളതാണ്. അവർക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാര്യത്തിൽ കുട്ടി തീരെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നമുക്കാണെങ്കിൽ തന്നെ നമുക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യത്തിൽ നമുക്ക് ഒരുപാട് നേരം ശ്രദ്ധിച്ചിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് എത്ര ആയിട്ട് മനസ്സിലാവാത്തൊരു കാര്യത്തിൽ നമുക്ക് ഒരുപാട് നേരം ശ്രദ്ധ കൊടുക്കാനോ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത്തരത്തിലുള്ള ഒരു ശ്രദ്ധക്കുറവാണോ ഇത് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ചില പാരൻസ് പറയാറുണ്ട് വീട്ടിൽ ഭയങ്കര വികൃതിയാണ്, എന്നും പറഞ്ഞാൽ കേൾക്കൂല, എങ്ങനെ ഓടിച്ചാടി കളിച്ച് ഇങ്ങനെ നടക്കും, ഒരു കാര്യം പറഞ്ഞാൽ കേൾക്കൂല. പക്ഷെ സ്കൂളിൽ പോയാൽ പഞ്ചപാവാണ്, സ്കൂളിൽ ഇങ്ങനെ ക്ലാസ്സിൽ ഇങ്ങനെ അടങ്ങിയിരുന്നോളും, പാവം കുട്ടിയാണെന്നാണ് ടീച്ചേഴ്സ് പറയുന്നത്. വളരെ പാവം കുട്ടിയാണ്, പഠിക്കാനൊക്കെ കുറച്ച് ബാക്കാണെങ്കിലും പാവം കുട്ടിയാണെന്നാണ് ടീച്ചേഴ്സ് പറയുന്നത് എന്നാണ് കൂടുതലും പാരൻസ് പറഞ്ഞു കേൾക്കാറുള്ളത്. അപ്പം ഇത്തരത്തിൽ ഇപ്പോൾ ഒരു വീട്ടിൽ മാത്രം ഭയങ്കരമായിട്ട് വികൃതി കാണിക്കുന്നു അല്ലെങ്കിൽ ദേഷ്യം കാണിക്കുന്നു ഒന്നും പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നതുകൊണ്ട് മാത്രം നമുക്ക് ADHD എന്നുള്ളൊരു ഡയഗ്നോസിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അതായത് രണ്ടിൽ കൂടുതലോ സെറ്റിങ്സ്, വീട്, സ്കൂള് അല്ലെങ്കിൽ കളിക്കുന്ന സ്ഥലം, അങ്ങനെ രണ്ടിൽ കൂടുതലോ സെറ്റിങ്സിൽ കുട്ടി ഇതേ ബുദ്ധിമുട്ടുകൾ കാണിക്കുമ്പോഴാണ് നമുക്ക് ADHD എന്ന് പറയാനാവുന്നത്. ഈ മുതിർന്നവരിലും കുട്ടികളിലും ഒരേ ലക്ഷണങ്ങളല്ല ADHDയിൽ കൂടുതലും കാണിക്കുന്നത്. അതായത് കുട്ടികളിൽ കൂടുതലും ഹൈപ്പർ ആക്ടിവിറ്റി ആയിരിക്കും കുറച്ചുകൂടെ പ്രിഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. അവർക്കൊന്നും അടങ്ങിയിരിക്കാൻ പറ്റാതെ ഇങ്ങനെ ഓടിച്ചാടി കളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കുട്ടികളിൽ കൂടുതലുണ്ടാവും. എന്നാൽ ഒരു മുതിർന്ന ആളിലേക്ക് വരുമ്പോൾ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയേക്കാളും ഇവർക്ക് ഇൻഅറ്റൻഷൻ ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവാറ്. അതായത് വർക്കിലോ കാര്യങ്ങളോ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവർക്കൊന്നിലും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, ഭയങ്കരമായിട്ട് ആത്മവിശ്വാസം കുറവായിരിക്കും, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മറന്നു പോകുന്നുണ്ടാവും, ഇമ്പൾസീവായിട്ട്, അതായത് പെട്ടെന്ന് തന്നെ ഒരു ആലോചിക്കാതെ തീരുമാനങ്ങൾ എടുക്കുക, അതുപോലെ ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാൻ അല്ലെങ്കിൽ ആലോചിച്ച് ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവുക. അങ്ങനത്തെ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷനൊക്കെ വേണ്ട ടാസ്കുകൾ അല്ലെങ്കിൽ വർക്കുകളൊക്കെ ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുക. ഇത്തരത്തിലാണ് മുതിർന്ന ആളുകളിൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണാറ്. ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ADHD ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ ADHD എന്നതിനേക്കാളും മറ്റുള്ള കാര്യങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ കുട്ടികളുടെ കേസിൽ പറയുകയാണെങ്കിൽ പഠനത്തിൽ വരുന്ന പിന്നോക്കം തന്നെയാണ് മെയിനായിട്ട് പറയാനുള്ളത്. അവർക്ക് പഠിക്കാനൊരു ശ്രദ്ധ കൊടുക്കാനോ അല്ലെങ്കിൽ പഠിത്തത്തിൽ ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ സ്കൂളിൽ പോയാൽ കറക്റ്റായിട്ട് ഹോംവർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ ഓർമ്മിച്ചിരുന്ന് ചെയ്യാനോ, ഇപ്പോൾ എക്സാമിന് തന്നെ ഈവൻ അവർക്ക് അറിയാവുന്നുണ്ടെങ്കിൽ കൂടി അത് കറക്റ്റായിട്ട് എഴുതാനോ 2 മണിക്കൂർ എക്സാം ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്ത് ഇരുന്ന് എഴുതാനും ഒക്കെ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ പഠനത്തിൽ ഇവർ ഭയങ്കരമായിട്ട് പിന്നോക്കം വന്നതായിട്ട് കാണാൻ പറ്റാറുണ്ട്. രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത് ആത്മവിശ്വാസക്കുറവായിരിക്കും. പലയിടത്തു നിന്നായിട്ട്, ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് ചീത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും, കുറ്റപ്പെടുത്തൽ കേട്ടുകൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർക്കുള്ളിലൊരു തോന്നലുണ്ടാവും, എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഭയങ്കര പ്രശ്നക്കാരിയാണ് എന്നുള്ള ഒരു തോന്നൽ ഇവർക്കുള്ളിൽ ഭയങ്കരമായിട്ട് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്മവിശ്വാസം വളരെയധികം കുറവായിട്ട് കാണാറുണ്ട്. മറ്റൊരു കാര്യം പറയുന്നത് വർക്ക് ലൈഫിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഒരു ജോലി എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നു, അല്ലെങ്കിൽ ജോലിയുടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനോ, ഇപ്പോൾ ഒരു ഓഫീസ് സെറ്റപ്പിലൊക്കെ അതിന് കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വർക്ക് ലൈഫിലും ഇവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ, അതായത് എന്ത് റിസ്ക് എടുക്കാനും ഇവർക്ക് ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവില്ല, അവർ അതിനെപ്പറ്റി ആലോചിക്കുന്നുണ്ടാവില്ല, ഇതിനിങ്ങനെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ കോൺസിക്വൻസ് ഉണ്ട് എന്നുള്ളത് ഇവർ ചിന്തിക്കാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുക, അത് ചെയ്യാൻ നോക്കുക. അതായത് ഇപ്പോൾ അഡ്വഞ്ചറസ് ആയിരിക്കും ഇവർ, ഇപ്പോൾ മല കയറാനാണെങ്കിലും ഇപ്പോൾ ഒരു മരത്തിന് വലിഞ്ഞു കയറാനാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനങ്ങളാണെങ്കിൽ പോലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നോ ചിന്തിക്കാതെ ഇവർ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കും, അത് ചാടിക്കയറി ചെയ്യാനും ഉള്ളൊരു ത്വര ഇവർക്ക് കുറച്ചുകൂടെ കൂടുതലായിരിക്കും. പിന്നെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയറിൽ തന്നെ ആക്സിഡൻസ് ഒക്കെ അവൾക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഇപ്പോൾ കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയും വലിഞ്ഞു കയറിയിട്ട് വീണു പോവുക, അങ്ങനെ മുറികൾ പറ്റുക, എല്ലൊടിയുക. ഇപ്പോൾ ചെറിയ കുട്ടികളിൽ തന്നെ കാണാറുണ്ട് നമ്മളിപ്പോൾ ചെറിയ കുട്ടിയാണെങ്കിൽ പോലും കൈയൊടിഞ്ഞിട്ടുണ്ടാവും, കാലൊടിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിൽ ഒരുപാട് മുറിവുകളോ അല്ലെങ്കിൽ ഒടിവുകളോ ഒക്കെ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ഒരു കെട്ടൊക്കെ മേല് കാണാറുണ്ടാവാറുണ്ട് ചില കുട്ടികളിൽ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ആക്സിഡൻസ് വളരെ കൂടുതലായിട്ട്, ഇപ്പോൾ മുതിർന്ന ആളിലാണെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഹാർഷായിട്ടുള്ള ഡ്രൈവിങ്, വളരെ തീരെ ശ്രദ്ധയില്ലാതെ ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ചിന്തിക്കാതെ ഇങ്ങനെ ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് അവിടെ ഇവിടെ ഇടിക്കുക, ആക്സിഡൻറ്റുകൾ പറ്റുകയൊക്കെ കാണാറുണ്ട്.
അപ്പം ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഈ കോംപ്ലിക്കേഷൻസും ഈ ADHDക്ക് ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ എന്തുകൊണ്ടൊക്കെയാണ് ഈ ADHD എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തുന്നത് എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ കാരണങ്ങൾ നമ്മൾ മറ്റുള്ള മാനസിക ബുദ്ധിമുട്ടുകളുടെ കാരണം പറയുന്ന പോലെ തന്നെ മൾട്ടി ഫാക്ടോറിയലാണ്. അതായത് ഇന്ന കാരണം എന്ന് പറയാൻ പറ്റില്ല, പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവാറുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ പറയുകയാണെങ്കിൽ ജെനറ്റിക്സ് എന്ന് പറയുന്നത്, കുടുംബത്തിൽ ആർക്കെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, ന്യൂറോ ഡെവലപ്മെൻറ്റൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്കും വരാനുള്ള അല്ലെങ്കിൽ ഒരു ജനറ്റിക് പരമായിട്ട് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് അമ്മ അല്ലെങ്കിൽ അച്ഛൻ ഏതെങ്കിലും തരത്തിൽ സബ്സ്റ്റൻസ് എക്സ്പോഷർ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ടോക്സിൻസ് ആയിട്ടുള്ള കെമിക്കൽ സബ്സ്റ്റൻസുകൾ, റേഡിയേഷൻസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസ് അബ്യൂസുകൾ, അതായത് ഏതെങ്കിലും മരുന്ന് കൂടുതലായിട്ട് ഓവർ ഡോസായിട്ട് കഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സിഗരറ്റ്, ആൽക്കഹോൾ, സബ്സ്റ്റൻസ്, ഡ്രഗ്സ് പോലെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള സബ്സ്റ്റൻസുകൾ അമിതമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫോണ്, സ്ക്രീന് പോലത്തുള്ള എന്തെങ്കിലും കാര്യങ്ങളിൽ റേഡിയേഷൻ ത്രൂ ഒക്കെ ഇത്തരത്തിൽ ന്യൂറോ ഡെവലപ്മെൻറ്റൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു സബ്സ്റ്റൻസ് അബ്യൂസ് അമ്മയിൽ മാത്രമല്ല, ഇപ്പോൾ ആ ഒരു അമ്മ ജീവിക്കുന്ന വീട്ടിൽ മറ്റുള്ള ആരെങ്കിലും തന്നെ സിഗരറ്റ് വലിക്കുകയോ ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് കൊണ്ടും ഒക്കെ കുട്ടികളിൽ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലുള്ളവർ തന്നെ മുഴുവനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഒരു ഗർഭിണി ആയിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കുട്ടിയിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ബോഡി കെമിക്കൽസിലുള്ള ഇംബാലൻസുകളാണ്. അതിപ്പോൾ ന്യൂറോ ട്രാൻസ്മിറ്റർ, ഡോപ്പാമിൻ പോലെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ ഉണ്ടാകുന്ന ഇംബാലൻസുകൾ, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ലെഫ്റ്റ് ഹെമിസ്ഫിയറും റൈറ്റ് ഹെമിസ്ഫിയറും തമ്മിലുണ്ടാകുന്ന ഇംബാലൻസുകൾ കൊണ്ടൊക്കെ ഇത്തരത്തിൽ ADHD എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പിന്നെ മാസം തികയാതെ പ്രസവിക്കുന്നത്, പ്രീമച്വറായിട്ട് മാസം തികയാതെ പ്രസവിക്കുന്നതും ഇതിലേക്ക് വരുന്ന ഒരു കോംപ്ലിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കാരണങ്ങളും ഒക്കെ ADHD എന്ന് പറയുന്ന ഒരു അവസ്ഥയ്ക്കുണ്ട്. എങ്ങനെയൊക്കെ നമുക്കിത് തടയാം അല്ലെങ്കിൽ എന്തൊക്കെ നമുക്കിതിന് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലൊരു കുട്ടിയെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ പാരൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം. താങ്ക് യു.